എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇപ്പോൾ നിൽക്കുന്നത് സ്നേഹതരം ബീച്ചിലാണ്, തൃശ്ശൂർ സ്നേഹതരം ബീച്ചിലാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് സീ വ്യൂ പ്രോൺ ഹാച്ചറി എന്ന് പറയുന്ന നല്ലൊരു ഹാച്ചറി ഉണ്ട്. ഈ ഹാച്ചറിയിൽ തന്നെ നമുക്ക് നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങളിലൊന്നായിട്ടുള്ള ആറ്റുകൊഞ്ചിൻ്റെ ഹാച്ചറിയാണ്. അതിൻ്റെ കുഞ്ഞുങ്ങളെയും അതിൻ്റെ വളർത്തുന്ന രീതികളും അതെങ്ങനെ നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ ഹാച്ചറിയുടെ പല ഭാഗങ്ങളായിട്ടാണ്. ഇവിടെ ബ്രൂഡ് സ്റ്റോക്കിനെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലായിട്ട് നമുക്ക് കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ ബ്രൂഡ് സ്റ്റോക്ക് ഉണ്ട്, ഇവിടെ കുഞ്ഞുങ്ങളുണ്ട്, നമുക്ക് കാണാം. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വളർന്നുകൊണ്ടിരിക്കുന്ന, അതായത് ബ്രൂഡ് സ്റ്റോക്കിനെ മെച്യൂർ ആക്കിക്കൊണ്ടിരിക്കുന്ന ആറ്റുകൊഞ്ചിനെ നിങ്ങൾക്ക് കാണാം. നമ്മൾ ഈ ഭാഗത്ത് കാണുന്നത് ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് സ്കാംബിയാണ്, GI സ്കാംബി എന്ന് പറയും. അതായത് ആറ്റുകൊഞ്ചിൽ തന്നെ അതിൻ്റെ ജനിതക വ്യത്യാസം വരുത്തി അത്യാവശ്യം നല്ല രീതിയിൽ ഒരു പ്രതിരോധ ശേഷിയും അതുപോലെ തന്നെ ഗ്രോത്ത് റേറ്റും കൂട്ടുന്ന രീതിയിലുള്ള ഒരു ആറ്റുകൊഞ്ചിനെയാണ് ഇവിടെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന ടാങ്കുകളിലെല്ലാത്തിലും നമുക്ക് ബ്രൂഡ് സ്റ്റോക്കിനാണ് കാണുക. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെയുള്ള ബെറീഡ് ആയിട്ടുള്ള, അതായത് മുട്ടക്കൊഞ്ചുകളെ കളക്ട് ചെയ്യുകയും അവയെ ഇവിടെ കൊണ്ടുവന്നിട്ട് കുഞ്ഞുങ്ങളിലേക്ക് മാറ്റുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇടവിളയായിട്ടാണ് കൂടുതലായിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നത്. ഒഡീഷ പോലെയുള്ള സ്ഥലങ്ങളിൽ ഇവയെ മാത്രമായും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ മത്സ്യം, അല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്കിത് കൃഷി ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മറ്റു മത്സ്യങ്ങൾ, അതായത് കരിമീൻ, തിലാപ്പിയ, അതുപോലെ തന്നെ നമ്മുടെ കാർപ്പ് ഇനങ്ങളിൽ പെടുന്ന മത്സ്യങ്ങൾ വളരുന്ന കൂട്ടത്തിൽ തന്നെ ഇവരിപ്പോൾ നമ്മൾ ഈ കാണിച്ച വീഡിയോയിലെ പോലെ താഴ്ഭാഗത്താണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ ബോട്ടം ഡ്വെല്ലിംഗ് ഓർഗാനിസം എന്ന് പറയും. അപ്പോൾ ഈ താഴെ തട്ട് അവർ നന്നായിട്ട് വളരുകയും നല്ല രീതിയിൽ തന്നെ നമുക്ക് വിളവ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഈ 6-7 മാസം കൊണ്ട് മത്സ്യം വളർത്തുന്നതിനോടൊപ്പം തന്നെ ആറ്റുകൊഞ്ച് വളർത്തിയെടുക്കാനും നമുക്ക് പറ്റുന്നതായിരിക്കും. നമുക്ക് അടുത്തതായിട്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങളെ കാണാം. അപ്പോൾ നമ്മളിവിടെ വന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി കരിമീൻ, തിലാപ്പിയ, അതുപോലെ കാർപ്പ് ഇനങ്ങൾ ചെയ്യുന്ന മത്സ്യകർഷകരുണ്ടെങ്കിൽ അവർക്ക് കുഞ്ഞുങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് കുഞ്ഞുങ്ങളെ സപ്ലൈ ചെയ്യാനുള്ള ഒരു പ്ലാൻ നമുക്കുണ്ട്. കേരളത്തിൽ എവിടെ ആയാലും നിങ്ങൾക്ക് മത്സ്യകൃഷി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഈ ബാച്ചിൽ തരും. വരുന്ന ആഴ്ച തന്നെ, ഈ വീഡിയോയുടെ ഒപ്പം തന്നെ ഈ വരുന്ന ആഴ്ച തന്നെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ എത്തിക്കാനുള്ള ഓർഡറുകൾ എടുക്കുകയും അത് ഓൺലൈൻ എടുത്ത് നിങ്ങളുടെ സൈറ്റിൽ എത്തിക്കാനുള്ള, ഡെലിവറി ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുഞ്ഞുങ്ങളെ കാണാം. ഈ കുഞ്ഞുങ്ങളെ എടുക്കുന്നത് ഇത് നോക്കിയേ, ഈ കുഞ്ഞുങ്ങൾ കണ്ടോ? ഇതാണ് നമ്മുടെ ജനറ്റിക്കലി ഇംപ്രൂവ്ഡ് സ്കാംബി എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് 1 ഇഞ്ച് വലിപ്പമുള്ള കുഞ്ഞുങ്ങളാണ്. 1 ഇഞ്ച് വലിപ്പമുള്ള കുഞ്ഞുങ്ങളെ 2 രൂപ 2 രൂപ 50 പൈസ എന്ന റേറ്റിനാണ് ഇപ്പോൾ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ എല്ലായിടത്തും റോഡ് ഡെലിവറി എത്തിക്കാവുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ കർഷകർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അടുത്ത ബുധനാഴ്ചയോടുകൂടി ഞങ്ങൾ ഈ സാധനങ്ങൾ, അതായത് ഡേറ്റ് അതിൻ്റെ കൂടെ മെൻഷൻ ചെയ്യുന്നതായിരിക്കും, കൂടി ഈ കുഞ്ഞുങ്ങളെ നമ്മൾ കർഷകരിലേക്ക് എത്തിക്കണം. അപ്പോൾ ശ്രദ്ധിച്ച്, ഇതിനെയാണ് ആറ്റുകൊഞ്ചെന്ന് പറയുന്നത്. ഈ കാണുന്ന ആറ്റുകൊഞ്ചിനെയാണ് നിങ്ങളുടെ കയ്യിലേക്ക് നമ്മൾ എത്തിക്കുന്നത്.
ഏകദേശം 4-5 മാസങ്ങൾ കൊണ്ട് 80 ഗ്രാമിന് മുകളിലേക്ക് കിട്ടാവുന്ന രീതിയിൽ വളർച്ച കിട്ടാവുന്ന ഏറ്റവും നല്ല ഒരു കൊഞ്ച് വിഭാഗത്തിൽപ്പെട്ടതാണ് ആറ്റുകൊഞ്ച് എന്ന് പറയുന്നത്. മാക്രോ ബ്രാക്കിൻ റോസർബെഗി ഇനത്തിൽപ്പെടുന്ന ഈ കൊഞ്ചിനെ നമുക്ക് ഏകദേശം ശുദ്ധജലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ഉപ്പ് മതി നമുക്കിത് വളർത്താനായിട്ട്. എല്ലാവർക്കും കൊഞ്ച് ചെമ്മിയൊക്കെ വളർത്തുമ്പോഴത്തേക്ക് ഉപ്പ് വേണമെന്ന് ഡൗട്ടുണ്ട്. നമുക്ക് ഉപ്പിൻ്റെ അംശം വളരെ കുറച്ച് മതി, 0 മതി, വളർത്തി വലുതാക്കാൻ പറ്റും. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും വയർ ഫുള്ളായിട്ട് നിൽക്കുക. ഈ കാണുന്നത് പെണ്ണാണ്, പെൺകൊഞ്ചാണ്. അവരുടെ കൈകൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം പെൺകൊഞ്ചുകളാണ്. അതുപോലെ തന്നെ ഇവർക്ക് മുട്ട ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു സമയം ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇവർ ആൺകൊഞ്ചിനെ നമുക്ക് കിട്ടും. ആൺകൊഞ്ചിന് ഇതിനേക്കാളും വലിപ്പമുണ്ട്. ഇപ്പോൾ ഈ കാണുന്നതൊക്കെ ഒരു 50 ഗ്രാം 60 ഗ്രാം സൈസിലായിട്ടുള്ളൂ. ഈ കാണുന്നത് പെൺകൊഞ്ചാണ്. അപ്പോൾ ഈ പെൺകൊഞ്ചിൽ നിന്നാണ് ബാക്കി കുഞ്ഞുങ്ങളെല്ലാം ഉണ്ടാക്കിയെടുത്തേക്കുന്നത്. ഇതിൽ നിന്ന് വലുതായിട്ടോ 80 ഗ്രാം 100 ഗ്രാം സൈസിലേക്കാണ് സാധാരണ കൊഞ്ച് എത്താറുള്ളത്. അപ്പോൾ ഈ ആറ്റുകൊഞ്ചിൻ്റെ വളർച്ചാ കാലാവധി ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇവർ താഴെ തട്ടിലായതുകൊണ്ട് തന്നെ സാധാരണ മത്സ്യത്തീറ്റയോ അല്ലെങ്കിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ കുഴച്ചുണ്ടാക്കാവുന്ന തവിട്, പിണ്ണാക്ക് മുതലായിട്ടുള്ളവയെല്ലാം തന്നെ നമുക്ക് ഇവയെ കൊടുത്ത് വലുതാക്കി എടുക്കാനായിട്ട് പറ്റും. ഞാൻ ഇവയെ തിരിച്ചു വിടാൻ പോവുകയാണ്. അല്ലേ, ഏകദേശം 2 ലക്ഷം കുഞ്ഞുങ്ങൾ നമുക്കിപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്. 2 ലക്ഷം ആറ്റുകൊഞ്ചിന്റെ കുഞ്ഞുങ്ങൾ നമുക്ക് കിട്ടും. താല്പര്യമുള്ളവർ ഉടനെ ബുക്ക് ചെയ്യുക. നിങ്ങൾക്ക് സാധാരണ വെള്ളത്തിൽ വളർത്തുന്ന ഏത് മത്സ്യത്തിന്റെ കൂടെ, വരാലും നട്ടറും ഒഴിച്ച് ബാക്കി എല്ലാ മത്സ്യത്തിന്റെയും കൂടെ നമ്മുടെ ആറ്റുകൊഞ്ചിനെ വളർത്താനായിട്ട് പറ്റും. ഈ കാണുന്ന ആറ്റുകൊഞ്ചിനെ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ ഈ നമ്പറിൽ ബുക്ക് ചെയ്യുക.